അറേബ്യൻ കടലിന്റെ തീരത്ത് ശംഖുമുഖം ബീച്ച്. നഗരത്തിന്റെ തിരക്കിനിടയിൽ ഒരു ശാന്തമായ ശ്വാസം പോലെ നിലകൊള്ളുന്നൊരു സ്ഥലം. ഇന്ന് നമ്മൾ കാണുന്ന ശംഖുമുഖം സൂര്യാസ്തമയങ്ങൾക്കായി പ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ്. പക്ഷേ ഈ മണൽത്തീരത്തിന്റെ കഥ കാലത്തിന്റെ ആഴങ്ങളിൽ തുടങ്ങി നിൽക്കുന്നു. ഒരു കാലത്ത് ശംഖുമുഖം വെറുമൊരു ബീച്ച് മാത്രമല്ലായിരുന്നു, അത് ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ചെറുകുടിലുകൾ, കടലിനോട് പൊരുതി ജീവിച്ചിരുന്ന മനുഷ്യർ, പുലർച്ചെ കടലിലേക്ക് പുറപ്പെട്ട വള്ളങ്ങളും വൈകുന്നേരം നിറഞ്ഞു തിരിച്ചുവന്ന കപ്പലുകളും. കടൽ ഇവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലും ആശ്വാസവും ഒരേ സമയം ഒരു വെല്ലുവിളിയുമായിരുന്നു. ഈ മണൽത്തീരവും തിരമാലകളും സൂര്യാസ്തമയവും ഒട്ടേറെ സിനിമകളുടെ പശ്ചാത്തലമായി മാറിയിട്ടുണ്ട്. മലയാളം സിനിമയിലെ നിരവധി ഗാനങ്ങളും രംഗങ്ങളും ഇവിടെ പകർത്തപ്പെട്ടിട്ടുണ്ട്. പ്രണയത്തിന്റെ നിശബ്ദതയും വിരഹത്തിന്റെ വേദനയും ജീവിതത്തിന്റെ നിമിഷങ്ങളും ശംഖുമുഖം സാക്ഷിയായിട്ടുണ്ട്. ഇന്ന് ശംഖുമുഖം ബീച്ച് ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. കുടുംബങ്ങളുമായി എത്തുന്ന ആളുകൾ, സുഹൃത്തുക്കളുടെ ചിരികൾ, കുട്ടികളുടെ കളി, വ്യത്യസ്തമായ ഒരു ജീവന്തതയാണിവിടെ കാണുന്നത്. അതിന്റെ ഏറ്റവും മനോഹരമായ നിമിഷം സൂര്യാസ്തമയം. കടലിൽ ചുവന്ന നിറം പകരുന്ന ആ നിമിഷം ഒരു ചിത്രകാരന്റെ ക്യാൻവാസിൽ പകർത്തിയ പോലെ തോന്നും. ബീച്ചിനോട് ചേർന്നുള്ള പാർക്കും വിനോദങ്ങളും ഈ അനുഭവത്തെ കൂടുതൽ സമ്പൂർണ്ണമാക്കുന്നു. കുട്ടികൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ കഴിയുന്ന ഈ ഇടം ഓരോ സന്ദർശനവും ഓർമ്മകളാക്കി മാറ്റുന്നു. ശംഖുമുഖത്തിന്റെ ഏറ്റവും ശ്രദ്ധേയമായ സവിശേഷതയാണ് മത്സ്യകന്യക സ്കൾപ്ചർ. പ്രശസ്ത ശില്പി കണായി കുഞ്ഞിരാമൻ സൃഷ്ടിച്ച ഈ വിസ്മയകരമായ മത്സ്യകന്യക കടലിന്റെ കരയിൽ വിശ്രമിക്കുന്ന ഒരു സ്വപ്നം പോലെ. ഏകദേശം 35 മീറ്റർ നീളമുള്ള ഈ ശില്പം സൗന്ദര്യത്തിന്റെയും കലാപാരമ്പര്യത്തിന്റെയും പ്രതീകമായി ഇന്നും നിലകൊള്ളുന്നു.
ശംഖുമുഖം ഒരു സ്ഥലം മാത്രമല്ല, ഒരനുഭവമാണ്. കടലിന്റെ ശബ്ദം കേൾക്കാൻ, സ്വയം കണ്ടെത്താൻ, അല്ലെങ്കിൽ വെറും ശാന്തത ആസ്വദിക്കാൻ ഇവിടെ എത്തുന്ന ഓരോരുത്തരും ഒരുപാട് ഓർമ്മകളുമായി തിരിച്ചുപോകുന്നു. ശംഖുമുഖം, കാലം മാറിയാലും കടലും മണലും മനുഷ്യരും ചേർന്നൊരു കഥ, എപ്പോഴും തുടരുന്ന കഥ. അറേബ്യൻ കടലിന്റെ തീരത്ത് ശംഖുമുഖം ബീച്ച്. നഗരത്തിന്റെ തിരക്കിനിടയിൽ ഒരു ശാന്തമായ ശ്വാസം പോലെ നിലകൊള്ളുന്നൊരു സ്ഥലം. ഇന്ന് നമ്മൾ കാണുന്ന ശംഖുമുഖം ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ്. പക്ഷേ ഈ മണൽ തീരത്തിന്റെ കഥ അതിലുമേറെ ആഴമുള്ളതാണ്. കാലാവസ്ഥാ വ്യതിയാനവും കടൽക്ഷോഭവും ശംഖുമുഖത്തെ മാറ്റിയിട്ടുണ്ട്. ഒരിക്കൽ വിശാലമായിരുന്ന മണൽത്തീരം ഇന്ന് ചില ഭാഗങ്ങളിൽ ചുരുങ്ങിയതായി തോന്നുന്നു. പ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഇന്ന് ശംഖുമുഖം ഒരു ജീവന്തമായ ഇടമാണ്. കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, കുട്ടികൾ, ചിരികൾ, സ്ട്രീറ്റ് ഫുഡിന്റെ മണവും ഒരു ചെറിയ ഉത്സവാന്തരീക്ഷവും. വൈകുന്നേരങ്ങളിൽ ഇതൊരു എസ്കേപ്പ് സ്പേസായി മാറുന്നു. ദിവസത്തിന്റെ തളർച്ച മറക്കാൻ ആളുകൾ എത്തുന്ന സ്ഥലം. ബീച്ചിനോട് ചേർന്നുള്ള പാർക്കും ഈ അനുഭവത്തെ കൂടുതൽ സമ്പൂർണ്ണമാക്കുന്നു. ഈ പാർക്കിൽ നിൽക്കുന്ന ഒരു വ്യത്യസ്ത കാഴ്ചയാണ് ഒരു ഹെലികോപ്റ്റർ. സേവനത്തിൽ നിന്ന് ഒഴിവാക്കിയ ഒരു യന്ത്രം ഒരിച്ചിൽ ആകാശത്ത് പറന്നത് ഇന്ന് ഭൂമിയിൽ നിശ്ചലമായി നിൽക്കുന്നു. അതിന്റെ കൃത്യമായ ചരിത്രം പൊതുവായി രേഖപ്പെടുത്തിയിട്ടില്ലെങ്കിലും സൈനിക സേവനത്തിലോ സർക്കാർ ഉപയോഗത്തിലോ ഉണ്ടായിരുന്ന ഒരു യന്ത്രമായിരിക്കാമെന്ന് കരുതപ്പെടുന്നു. ഇന്ന് അത് കുട്ടികൾക്കും സന്ദർശകർക്കും ഒരു കൗതുകമായി. ഫോട്ടോകൾക്കൊരു പ്രത്യേക പശ്ചാത്തലമായി മാറിയിരിക്കുന്നു. പ്രകൃതിയുടെ നടുവിൽ മനുഷ്യ സാങ്കേതിക വിദ്യയുടെ ഒരു നിശബ്ദ സ്മാരകമായി.
പുലർച്ചെ സമയത്ത് ആളുകൾ കുറവായപ്പോൾ കടലിന്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ആ നിമിഷം ശംഖുമുഖം ഒരു മെഡിറ്റേറ്റീവ് സ്പേസായി മാറുന്നു, മനസ്സിനെ വീണ്ടും ശാന്തമാക്കുന്ന ഒരു മെന്റൽ റീസെറ്റ്. ഇന്ന് ഫോട്ടോഗ്രാഫേഴ്സിന്റെ പ്രിയപ്പെട്ട ഇടവുമാണിത്. സൺസെറ്റ് സിലുവെറ്റ്സ്, ലോ ഫ്ലൈയിംഗ് വിമാനങ്ങൾ, ഹെലികോപ്റ്ററിന്റെ യുണീക്ക് ഫ്രെയിമുകൾ, മത്സ്യകന്യകയുടെ ആർട്ടിസ്റ്റിക് ഷോട്ട്സ്, ഓരോ കാഴ്ചയും ഒരു കഥ പറയുന്ന പോലെ. ശംഖുമുഖം ഒരു സ്ഥലം മാത്രമല്ല, ഒരു ലെയേർഡ് എക്സ്പീരിയൻസ് ആണ്. ചരിത്രം, ആത്മീയത, ജീവിതം, മാറ്റം എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരിടം. ശംഖുമുഖം വർഷങ്ങളായി ഒരു പ്രധാന ആചാര ആത്മീയ കേന്ദ്രമായിരുന്നു. പ്രത്യേകിച്ച് കാർക്കിടക വാവു ദിവസത്തിൽ ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ എത്തുന്നു, പിതൃകർമ്മങ്ങൾ ചെയ്യാൻ, ബലിതർപ്പണം നടത്താൻ. ആ ദിവസത്തിൽ ഈ തീരം ഒരു വ്യത്യസ്ത ലോകമായി മാറുന്നു. ശബ്ദങ്ങൾ കുറയുന്നു, വികാരങ്ങൾ ഉയരുന്നു. ഈ ആചാരങ്ങൾ നടത്താൻ സൗകര്യമൊരുക്കുന്നതിനായി തീരത്തോട് ചേർന്ന് ഈ മണ്ഡപങ്ങൾ നിർമ്മിക്കപ്പെട്ടു. കടലിനോട് നേരിട്ട് നോക്കുന്ന ഈ തുറന്ന ഘടനകൾ മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഒരു ആത്മീയ ബന്ധത്തിന്റെ സാക്ഷികളാണ്. പഴയ കാലത്ത് ഇത്തരം ആചാരങ്ങൾ തുറന്ന മണൽത്തീരത്തായിരുന്നു നടത്തപ്പെട്ടിരുന്നത്. മഴയും കാറ്റും കഠിനമായ സാഹചര്യങ്ങളും പലപ്പോഴും ബുദ്ധിമുട്ടുകൾ സൃഷ്ടിച്ചിരുന്നു. പിന്നീട് ആളുകളുടെ എണ്ണം കൂടുകയും ആചാരങ്ങൾക്ക് കൂടുതൽ ക്രമീകരണങ്ങൾ ആവശ്യമായതോടെ ഈ മണ്ഡപങ്ങൾ നിർമ്മിക്കപ്പെട്ടു. ഈ മണ്ഡപങ്ങൾ വെറും കോൺക്രീറ്റ് സ്ട്രക്ചേഴ്സ് അല്ല, അവ മനുഷ്യരുടെ ഓർമ്മകളും ബന്ധങ്ങളും നിറഞ്ഞ ഇടങ്ങളാണ്. ഇവിടെ എത്തുന്ന ഓരോരുത്തരും തങ്ങളുടെ പൂർവികരെ ഓർക്കാൻ, ഒരു നിമിഷം നിശബ്ദമായി നിൽക്കാൻ, ജീവിതത്തിന്റെ സത്യങ്ങൾ തിരിച്ചറിയാൻ. കടലിന്റെ തിരമാലകൾ പിന്നിൽ മുഴങ്ങുമ്പോൾ ഈ മണ്ഡപങ്ങളിൽ നടക്കുന്ന ആചാരങ്ങൾ ഒരു സൈലന്റ് കോൺവെർസേഷൻ പോലെ തോന്നും, ജീവിച്ചിരിക്കുന്നവരും ഓർമ്മകളിൽ ജീവിക്കുന്നവരും തമ്മിലുള്ളത്. ഇന്ന് ഈ മണ്ഡപങ്ങൾ ഒരു ഡ്യുവൽ ഐഡന്റിറ്റി കൈവരിച്ചിരിക്കുന്നു. ഒരു വശത്ത് അവ ആത്മീയ ആചാരങ്ങളുടെ കേന്ദ്രമാണ്, മറ്റൊരു വശത്ത് സന്ദർശകർക്കുള്ള ഒരു റെസ്റ്റിംഗ് സ്പേസ്. സൂര്യാസ്തമയത്തെ നോക്കിയിരിക്കാൻ, ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ. സമീപത്തായി കാണുന്ന ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്നുയരുന്ന വിമാനങ്ങൾ, കടലിലടിക്കുന്ന തിരമാലകൾ, മണ്ഡപങ്ങളിലിരിക്കുന്ന നിശബ്ദ മനുഷ്യർ, ഈ എല്ലാം ചേർന്നാണ് ശംഖുമുഖത്തിന്റെ ഒരു വ്യത്യസ്തമായ ദൃശ്യം സൃഷ്ടിക്കുന്നത്. കാലം മാറിയാലും ഈ മണ്ഡപങ്ങൾ സാക്ഷിയായി നിൽക്കും, വരുന്ന തലമുറകൾക്കും പോകുന്ന ഓർമ്മകൾക്കുമിടയിൽ. ശംഖുമുഖം ഒരു ബീച്ച് മാത്രമല്ല, ജീവിതവും മരണവും ഓർമ്മകളും ചേർന്നൊരു ശാന്തമായ കഥ.
ഒരു കാലത്ത് ഇത് വെറും ബീച്ച് മാത്രമല്ലായിരുന്നു, ജീവിതത്തിന്റെ ഭാഗമായിരുന്നു. മത്സ്യത്തൊഴിലാളികളുടെ ചെറുകുടിലുകൾ, കടലിനോട് പൊരുതി ജീവിച്ചിരുന്ന മനുഷ്യർ, പുലർച്ചെ കടലിലേക്ക് പുറപ്പെട്ട വള്ളങ്ങളും വൈകുന്നേരം നിറഞ്ഞു തിരിച്ചുവന്ന കപ്പലുകളും. കടൽ ഇവിടുത്തെ ജനങ്ങൾക്ക് തൊഴിലും ആശ്വാസവും ഒരേ സമയം ഒരു വെല്ലുവിളിയുമായിരുന്നു. പഴയ ട്രാവൻകൂർ കാലഘട്ടത്തിൽ ഈ തീരം ഒരു ചെറിയ കോസ്റ്റൽ ലാൻഡിംഗ് പോയിന്റ് ആയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വ്യാപാരത്തിന്റെയും യാത്രകളുടെയും നിശബ്ദ സാക്ഷിയായി ശംഖുമുഖം നിലകൊണ്ടിരുന്നു. ഇന്നത്തെപ്പോലെ വികസിച്ചിട്ടില്ലെങ്കിലും സംസ്കാരവും ഇടപാടുകളും കടന്നുപോയ ഒരു പാതയായിരുന്നു ഇത്. കാലം മാറിയപ്പോൾ ഈ മണൽത്തീരം സിനിമകളുടെ കണ്ണിൽപ്പെട്ടു. മലയാളം സിനിമയിലെ നിരവധി ഗാനങ്ങളും രംഗങ്ങളും ഇവിടെ പകർത്തപ്പെട്ടു. പ്രണയവും വിരഹവും ജീവിതത്തിന്റെ നിമിഷങ്ങളും ഈ കടൽക്കര സാക്ഷിയായി. ശംഖുമുഖത്തിന്റെ മറ്റൊരു പ്രത്യേകത, ഇത് ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ടിന് വളരെ അടുത്താണ്. കടലിനരികിൽ നിൽക്കുമ്പോൾ തന്നെ വിമാനങ്ങൾ തലയ്ക്ക് മുകളിൽ കൂടി പറന്നുപോകുന്ന കാഴ്ച, പ്രകൃതിയും സാങ്കേതിക വിദ്യയും ഒന്നിച്ചു നിൽക്കുന്ന അപൂർവാനുഭവം. കാലാവസ്ഥാ വ്യതിയാനവും കടൽക്ഷോഭവും ശംഖുമുഖത്തെ മാറ്റിയിട്ടുണ്ട്. ഒരിക്കൽ വിശാലമായിരുന്ന മണൽത്തീരം ഇന്ന് ചില ഭാഗങ്ങളിൽ ചുരുങ്ങിയതായി തോന്നുന്നു. പ്രകൃതി എപ്പോഴും മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നൊരു ഓർമ്മപ്പെടുത്തൽ. ഇന്ന് ശംഖുമുഖം ഒരു ജീവന്തമായ ഇടമാണ്. കുടുംബങ്ങൾ, സുഹൃത്തുക്കൾ, കുട്ടികൾ, ചിരികൾ, സ്ട്രീറ്റ് ഫുഡിന്റെ മണവും ഒരു ചെറിയ ഉത്സവാന്തരീക്ഷവും. വൈകുന്നേരങ്ങളിൽ ഇതൊരു എസ്കേപ്പ് സ്പേസായി മാറുന്നു. ദിവസത്തിന്റെ തളർച്ച മറക്കാൻ ആളുകൾ എത്തുന്ന സ്ഥലം. അതിന്റെ ഏറ്റവും മനോഹരമായ നിമിഷം സൂര്യാസ്തമയം. കടലിൽ ചുവന്ന നിറം പകരുന്ന ആ നിമിഷം ഒരു ചിത്രകാരന്റെ ക്യാൻവാസിൽ പകർത്തിയ പോലെ.
പുലർച്ചെ സമയത്ത് ആളുകൾ കുറവായപ്പോൾ കടലിന്റെ ശബ്ദം മാത്രം കേൾക്കുന്ന ആ നിമിഷം ശംഖുമുഖം ഒരു മെഡിറ്റേറ്റീവ് സ്പേസായി മാറുന്നു. മനസ്സിനെ വീണ്ടും ശാന്തമാക്കുന്ന ഒരു മെന്റൽ റീസെറ്റ്. ഇന്ന് ഫോട്ടോഗ്രാഫേഴ്സിന്റെ പ്രിയപ്പെട്ട ഇടവുമാണിത്. സൺസെറ്റ് സിലുവറ്റുകൾ, ലോ ഫ്ലൈയിങ് വിമാനങ്ങൾ, മത്സ്യകന്യകയുടെ ആർട്ടിസ്റ്റിക് ഫ്രെയിമുകൾ, ഓരോ കാഴ്ചയും ഒരു കഥ പറയുന്ന പോലെ. ശംഖുമുഖം ഒരു സ്ഥലം മാത്രമല്ല, ഒരു ലേയേർഡ് എക്സ്പീരിയൻസ് ആണ്. ചരിത്രം, ആത്മീയത, ജീവിതം, മാറ്റം എല്ലാം ഒരുമിച്ച് ചേരുന്ന ഒരിടം. ശംഖുമുഖം. കാലം മാറിയാലും കടലും മണലും മനുഷ്യരും ചേർന്നൊരു കഥ, എപ്പോഴും തുടരുന്ന കഥ.